കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അബൂദാബിക്കാരൻ ഖസ്റജി കൊടുത്ത മുടി. അൽ ഖബീസാതു ലിൽ ഖബീസീന വത്തയ്യിബാതു ലിത്വയ്യിബീൻ. ഖസ്റജല്ല, അതിന്റെ അപ്പുറമുള്ളനാലും ഇവിടെ ഒലക്കാണ്. ഖസ്റജി അങ്ങനെ എത്ര ഖസ്റജി ഇടും? അബുൽ അല മൗദൂദി സയ്യിദല്ലേ, നമ്മക്കെന്താ? ഖസ്റജി എവിടെ നിന്ന് കിട്ടി ഈ ഖസ്റജിയെ? ഇവിടെ സ്വാലിഹീങ്ങളെ മുഴുവനും വിമർശിച്ച് നടന്ന, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ആക്ഷേപിച്ച, മശായിഖന്മാരുടെ മേൽ കുഫ്രിയത്ത് ആരോപിച്ച, ബഹുമാനപ്പെട്ട ഉലമാക്കളെ ആക്ഷേപിച്ച് നടന്ന ഈ മനുഷ്യന് ലോകത്ത് അല്ലാഹു സ്നേഹിച്ച മറ്റൊരു മനുഷ്യനുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. അൽ ഖബീസാതു ലിൽ ഖബീസീന വത്തയ്യിബാതു ലിത്വയ്യിബീൻ. 5-6 കൊല്ലം മുമ്പ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ കളി അവസാനിക്കൽ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം കൊണ്ടായിരിക്കും. എനിക്കറിയാമായിരുന്നു. അയാൾ തുടങ്ങി വെച്ചത് അത്തരം ഒരു ദുരിതമാണ്. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്. തെറ്റല്ലാതെ ഒന്നും ചെയ്യാനാവാത്ത വിധം ആ മനുഷ്യൻ അധപതിച്ചിരിക്കുന്നു. ശരി ചെയ്യാൻ അയാൾക്ക് കഴിയില്ല, സത്യം പറയാൻ അയാളെ നാവ് കൊണ്ട് കഴിയില്ല, അള്ളാഹു സ്നേഹിച്ചവരോടെടുക്കാൻ അയാൾക്ക് സാധിക്കില്ല. അതാ അയാൾ സ്വയം ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ സാധാരണക്കാരിൽ അതിൽ മുമ്പ് തന്നെ ഷെയർ മാർക്കറ്റ് കൂടിക്കണ്. ഇയാൾ പറഞ്ഞു കേട്ട് ആദ്യം ഓലും പറഞ്ഞിക്കണ് കുറെ ചീത്ത പറഞ്ഞിട്ടില്ലേ? ഇയാൾ പറയുന്നത് കേട്ടിട്ട് സ്വാലിഹീങ്ങൾ ഒരുപാട് അവർ ആക്ഷേപിച്ചിട്ടുണ്ട്. നേതാവിന്റെ ഓഹരി നിർവഹിക്കുന്നു, അനുയായിയുടെ പങ്ക് വഹിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർക്കൊക്കെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. പോവട്ടെ, വലിയ ഉലമാക്കളാണല്ലോ. പേരോടത്തരമ സഖാഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തെളിവുകൾ കൊണ്ട് സംസാരിക്കണം. ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 രീതിയിൽ മുടി വളർത്തിയത് ഹദീസ് കൊണ്ട് ബോധ്യപ്പെടും. അതിലേറ്റവും നീളമുള്ള മുടി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിലേക്ക് വാർന്നിട്ടാൽ അവിടുത്തെ പെരടി വരെ എത്തും. ഏറ്റവും നീളമുള്ള മുടി അതാണ്. നോക്കണം, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ ഹദീസിന്റെ കിതാബിലും ഉള്ള കാര്യമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുത്ത ഖസ്റജിയുടെ കയ്യിലുള്ള മുടി അയാളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഏകദേശം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അത് തലയിലൂടെ ഇടുകയാണെങ്കിൽ ചന്തിയുടെ താഴേക്ക് പോകും. അങ്ങനത്തെ ഒരു മുടി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിരുന്നു എന്ന് പറയാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഒരു ലഈഫായ ഹദീസെങ്കിലും തെളിവായി കൊണ്ടുവരുമോ? പേരോടത്രമാൻ സഖാഫിക്കുണ്ടല്ലോ വെല്ലുവിളി. ചെവിയുടെ പേരടിന്റെ പിന്നിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഇറക്കിയിട്ടാൽ ചെവിക്കുന്നിയുടെ താഴെയും പോയി 1 മീറ്റർ നീളമുള്ള മുടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിരുന്നത് എന്ന് പറയാൻ, ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം തെളിവ് കൊണ്ടുവരാൻ സർവ്വ സഖാഫികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. കയ്യിൽ നിന്ന് പനാണ്ട് പറിച്ചുതരാം, പന. അങ്ങനെ ഉമ്മപ്പെട്ട ആൺകുട്ടികളുണ്ട്, കൊണ്ടുവരാ ഒരു ഹദീസ്. സനത് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സാധനം ലോകത്തുണ്ടാകുമോ എന്ന് പരിശോധിക്കണം. ഞാൻ പറയുന്നു, സനത് ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനൊരു സാധനം ലോകത്തുണ്ടാവുകയില്ല. ലക്ഷക്കണക്കിന് സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സ്ഥലത്ത്